നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്നും നാളെയും വീഡിയോ ചെയ്യണ്ട എന്നായിരുന്നു എൻ്റെ ചിന്ത. ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു 11:30-12 മണിക്ക് കിടന്നതാണ്. കടുത്ത പനിയാണ്. ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതി. പനി കുറവുണ്ട്, പക്ഷേങ്കിൽ പോലും ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. വേണ്ടത്ര റിസർച്ച് നടത്താനോ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാനോ ഒന്നും കഴിയാതെയാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പരിമിതികളുണ്ടാവും താനും. ഇന്ന് കാര്യമായ വാർത്തകളൊന്നുമില്ലാത്ത ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ജയറാമിന് ഇ ഡി നോട്ടീസ് കൊടുത്തു എന്നൊരു വാർത്ത കണ്ടു. ഇതിൽ കഥയൊന്നുമില്ല. ഇ ഡി ഇങ്ങനെ ഒരുപാട് പേർക്ക് നോട്ടീസ് കൊടുക്കാറുണ്ട്. ജയറാമിന് നോട്ടീസ് കൊടുത്തു എന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് നിശ്ചയമൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ അംഗങ്ങൾ ഡൽഹി സന്ദർശിക്കുന്നതാണ് ഇന്നെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ ഉച്ചയ്ക്ക് 12:15 അവർ കേരള എക്സ്പ്രസ്സിൽ കയറി ഡൽഹിക്ക് പോയി. 11-നാണ് ഡൽഹിയിൽ ചെല്ലുന്നത്. ഈ സംഘത്തോടൊപ്പം എത്ര പേരുണ്ട് എന്ന കാര്യത്തിൽ പല മാധ്യമങ്ങളും പല റിപ്പോർട്ടുകളാണ് കൊടുക്കുന്നത്. ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആർ ശ്രീലേഖ ഇട്ട വീഡിയോയിൽ പറയുന്നത് 14-15 പേർക്ക് മാത്രമേ ക്ഷണമുള്ളെന്നാണ്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ പറയുന്നു എം ആർ ഗോപനും ആർ ശ്രീലേഖയും ഒഴികെ 48 BJP അംഗങ്ങളും പുറപ്പെട്ടിട്ടുണ്ടെന്ന്. ഇന്ന് രാവിലെ ഞാൻ മനോരമയിൽ വായിച്ചത് കേരളത്തിലെ പലയിടങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ ഉൾപ്പെടെ ഏതാണ്ട് 115 പേരുടെ സംഘമാണ് പോകുന്നതെന്നാണ്. ഇതിലേതാണ് വാസ്തവമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. എന്നാലും തിരുവനന്തപുരത്ത് പുറപ്പെട്ട യാത്ര ആഘോഷമായി ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര പേരുണ്ടെങ്കിലും നേതാക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് ഇത് തീർച്ചയായും ഗുണം ചെയ്യും. കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റു ജോലികളൊന്നും സാധ്യമല്ലല്ലോ. തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ വിവിധ സ്റ്റേഷനുകളിൽ ഈ തിരുവനന്തപുരം മേയറെയും കൂട്ടരെയും സ്വീകരിക്കാൻ BJP പ്രവർത്തകർ അണിനിരക്കും. വളരെ നിർണായകമായ ഒരു നീക്കമാണിത്. കേന്ദ്ര BJP നേതൃത്വമാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി തന്നെയാണ് സ്വീകരിക്കുന്നത്. കോയമ്പത്തൂർ, വാറങ്കൽ, വിജയവാഡ, നാഗ്പൂർ, ഝാൻസി, ഗ്വാളിയർ, മഥുര എന്നീ ഇടങ്ങളിലൊക്കെയാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. മാവേലിക്കരയിൽ സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം കൊടുത്തു. കൊച്ചിയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരണം കൊടുത്തു. കേരളത്തിന് പുറത്ത് മിക്ക സംസ്ഥാനങ്ങളിലും സ്വീകരണം ഒരുക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അവിടേക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്ന് ഓർക്കണം. അവിടേക്ക് ഇപ്പോൾ BJP അല്ലാതെ മറ്റ് പാർട്ടികളൊന്നുമില്ല. കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കില്ല എന്ന് പറഞ്ഞിടത്ത് മാറ്റം വന്നിരിക്കുന്നു. കേരളത്തിലും BJP ഭരണത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് വാസ്തവത്തിൽ ഈ സ്വീകരണം ഒരുക്കുന്നത് വഴി അവർ ചെയ്യുന്നത്. കേരളത്തിൽ BJPക്ക് സാന്നിധ്യമുണ്ട്, കേരളം മാറി നിൽക്കുകയല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, സ്ഥാപിക്കുന്നതിന് വേണ്ടിയാവാം എന്തായാലും ഈ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ തിരക്കേറിയ പരിപാടികളായിരിക്കും. പാർലമെൻറ്റ് സന്ദർശനമുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വസതിയിൽ അത്താഴ വിരുന്നുണ്ട്. ഒരു ദിവസം വൈകുന്നേരം മോദി അത്താഴ വിരുന്നൊരുക്കി കൊടുക്കുന്നുണ്ട്. BJP ദേശീയ പ്രസിഡന്റിനെ BJPയുടെ ദേശീയ ആസ്ഥാനത്ത് വെച്ച് സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ തിരക്കേറിയ ഒരു സ്വീകരണ യാത്രയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം നഗരസഭയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മന്ത്രിമാരെ കണ്ട് ചോദിക്കുമെന്നും വി രാജേഷ് പറയുന്നുണ്ട്. BJPയുടെ നീക്കത്തെ തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ പരിപാടിയായി കാണേണ്ടിയിരിക്കുന്നു. തന്ത്രങ്ങൾ ഒരുക്കിയാണ് BJP കേരളത്തിൽ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ BJPക്ക് ഇടമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത്. പലയിടങ്ങളിലും സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും തന്ത്രങ്ങളിലൂടെ മാത്രമേ BJPക്ക് മുന്നേറാൻ കഴിയൂ. അത്തരത്തിലുള്ള ഒരു തന്ത്രമായി വേണം ഇതിനെ കണക്കാക്കാൻ. ഇതിനിടയിൽ പതിവ് പോലെ ഒരു കല്ലുകടി ആർ ശ്രീലേഖയുടെ അസാന്നിധ്യമാണ്. ആർ ശ്രീലേഖ എന്തുകൊണ്ടോ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ച് മാറി നിന്നു. തിരുവനന്തപുരം മേയറാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ശ്രീലേഖ അന്ന് ഒഴിവാക്കപ്പെട്ടത് മുതൽ അസ്വസ്ഥത കാണിക്കാറുണ്ട്. അത് വാർത്തയാവാറുണ്ട്. വാർത്തയാകുമ്പോഴൊക്കെ വിശദീകരണവുമായി രംഗത്ത് വരാറുമുണ്ട്. ഇക്കുറിയും അങ്ങനെ ഒരു വിശദീകരണം രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ വിശദീകരണം തൃപ്തികരമല്ല. ശ്രീലേഖയുടെ വിശദീകരണം ആദ്യം കേൾക്കുക. ഒരു വിവാദം പുകഞ്ഞു വരുന്നുണ്ട്. തീയില്ലാതെ പുക ഉണ്ടാക്കാൻ വിദഗ്ധരാണല്ലോ ചില മാധ്യമ പ്രവർത്തകർ. ഇന്ന് രാവിലെ മുതൽ എന്നെ കുറെ പേര് വിളിക്കുന്നു. മാധ്യമങ്ങളിലുള്ള കുറെ സുഹൃത്തുക്കളാണ്. അവരോട് ഇത് പറഞ്ഞാൽ അവരത് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള വിവാദങ്ങൾ ഉൾപ്പെടുത്തി മാത്രമേ കാണിക്കൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്. 45 വർഷത്തിന് ശേഷം BJPയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വന്നു എന്നത്. അങ്ങനെ വലിയ ഉത്സാഹ തിമിർപ്പിലിരിക്കവെയാണ് ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നത്. കൗൺസിലർമാർ കുറച്ചുപേര് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കണമെന്ന്. കേരള എക്സ്പ്രസ്സിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നു. എല്ലാ സ്ഥലത്തും നിർത്തി സ്വീകരണം വാങ്ങിക്കുന്നു. 2 ദിവസം നിൽക്കുന്നു. പിന്നെ 13-ാം തീയതി രാത്രി എങ്ങാണ്ട് തിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 14 പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചത്. ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസ്സിൽ നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്. എനിക്കാണെങ്കിൽ ഇതുപോലെ പൈസ ഒരുപാട് അനാവശ്യമായിട്ട് മുടക്കുന്നതിനോട് വലിയ വിരോധമുള്ള വ്യക്തിയാണ്. എൻ്റെ തിരഞ്ഞെടുപ്പിൽ പോലും ഞാൻ വളരെ പിടിച്ചാണ് ഓരോ ചിലവും നടത്തിയത്. പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീലേഖയുടെ പോസ്റ്റർ മാത്രം ഇത്രയധികം കുറഞ്ഞു പോയത്, എന്തുകൊണ്ടാണ് വാഹന പ്രചാരണം ഒന്നും കാണുന്നില്ല, മൈക്ക് വെച്ച് ശ്രീലേഖയുടെ പേര് വിളിച്ചോണ്ട് പോണില്ല, BJPയുടെ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. ഇത്രയും ആൾക്കാരെ കയറ്റി ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചെലവാണ് പാർട്ടിക്ക്. ഞാൻ കാരണം അത്രയും ചെലവ് ഉണ്ടാകണ്ട എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറെ ബുദ്ധിമുട്ടും ഉണ്ട്. അമ്മയ്ക്ക് 94 വയസ്സായി, വീട്ടിലുണ്ട്. 5 ദിവസം മാറി നിൽക്കാൻ പറ്റില്ല, വീട്ടിൽ ഇപ്പൊ സെർവൻറ് ഇല്ല, ലീവിലാണ്. കുക്കിംഗ് ഏറ്റെടുക്കണം, അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം, വീടിന്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം, സാധനം വാങ്ങാൻ പോകണം, അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം. അപ്പൊ 5 ദിവസം മാറി നിൽക്കാം, പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ് ശരിക്കുമുള്ള കാര്യം. അല്ലാതെ പ്രതിഷേധിച്ചോ ആരോടും അനിഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്നെ അതാക്കിയില്ല ഇതാക്കിയില്ല എന്നൊക്കെയുള്ള എൻ്റെ നീരസം പ്രകടിപ്പിക്കാനോ ഒന്നും അല്ല പോകാത്തത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാനൊരു BJPയുടെ തികഞ്ഞ വിശ്വാസി ആയതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന ഒരു നയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. 1 നേഷൻ 1 ഇലക്ഷൻ. ഒരു വ്യക്തി ഒരു ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് പിന്നീട് വേറൊരു ഇലക്ഷന് നിൽക്കരുത്. കാരണം ഭയങ്കര ചെലവാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കൂ. നിയമമാകാൻ ഇനിയും കാലതാമസം എടുക്കുമെങ്കിലും താത്വികമായി അത് അംഗീകരിച്ച ആളാണ് ഞാനും. അതുകൊണ്ട് ഒരു ഇലക്ഷന് ജയിച്ചത് കൊണ്ട് 5 വർഷത്തേക്ക് ഇനി ഒരു ഇലക്ഷനും കൂടെ മത്സരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല, അതിനുള്ള ചെലവ് വഹിക്കാനുള്ള കഴിവുമില്ല. അത് പാർട്ടിയെ കൊണ്ട് വഹിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിയമസഭാ ഇലക്ഷൻ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ ചില ആദർശങ്ങൾ എനിക്കുള്ളത് കൊണ്ട് അതിന്റെ പുറത്താണ് ഓരോ തീരുമാനങ്ങളും ഞാൻ എടുക്കുന്നത്. അത് പാർട്ടിയുടെ അറിവോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു വിവാദമാക്കാൻ ആരും ദയവ് ചെയ്ത് ശ്രമിക്കല്ലേ. ശ്രീലേഖ പറയുന്നതിൽ ഒരു ഭംഗിയുണ്ട്. ഒന്ന്, റിട്ടയർ ചെയ്തിട്ട് അധികകാലമായിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് പ്രായാധിക്യം മൂലം ട്രെയിനിൽ യാത്ര ചെയ്യാൻ പ്രയാസമാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല 14 പേർക്ക് മാത്രമേ ക്ഷണമുള്ളൂ എന്ന് പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല. സകലാംഗങ്ങളും പോകുമ്പോൾ പോവേണ്ടതാണ്. മേയറാവാത്തതിൻ്റെ അസ്വസ്ഥത തന്നെ ശ്രീലേഖയ്ക്കുണ്ട്. അത് സമ്മതിക്കുന്നില്ലെങ്കിലും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഇവിടെ ശ്രീലേഖ തുറന്നു പറയുന്നുണ്ട്, താൻ നിയമസഭാ മത്സര രംഗത്തുണ്ടാവില്ല, കിട്ടിയതൊക്കെ കിട്ടി, ഇനി ഒന്നിനുമില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ അതിന് ചെലവേറിയ പണിയാണ്, തൻ്റെ കയ്യിൽ കാശില്ല, താൻ കാശ് അനാവശ്യമായി ചെലവാക്കില്ല, അതുകൊണ്ട് 5 വർഷവും കൗൺസിലറായി പ്രവർത്തിച്ച് ഈ പണി അവസാനിപ്പിക്കും എന്ന പ്രഖ്യാപനമാണ്. എന്തായാലും BJP കൃത്യമായ പദ്ധതി ഇട്ട് കരുക്കൾ നീക്കുകയാണ്. അതിന് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്.